ഹായ് ഗൈസ്, ഐറ്റിനറിയുടെ പുതിയ യാത്രയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തേനിയിലാണ്, തമിഴ്നാട്ടിലുള്ള തേനിയിലാണ് വന്നേക്കണേ. തേനി എത്തണ്ട ആണ്ടിപ്പെട്ടി. അപ്പോൾ ആണ്ടിപ്പെട്ടിയിലുള്ള വൈഗൈ ഡാം കാണാൻ വേണ്ടി വന്നേക്കുക. നമ്മൾ ഇപ്പോൾ നേരം വെളുത്തിട്ടുള്ളൂ, ഡാം ഓപ്പണിംഗ് ടൈമാണ്. നമ്മളിപ്പോൾ വൈഗൈ ഡാം കണ്ടതിന് ശേഷം ഇവിടുന്ന് മേഘമല പോകാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ രണ്ട് പാട്ടായിട്ട് അല്ലെങ്കിൽ ഒറ്റ പാട്ടായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഡാമിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണാനുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ ഫ്രണ്ട് വ്യൂ കണ്ട് മുകളിൽ കയറി ഡാമിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിവിടെ നിന്ന് നേരെ മേഘമലയ്ക്ക് തിരിക്കും കേട്ടോ. അപ്പോൾ തേനി, കമ്പം, കുമളി അങ്ങനെയൊക്കെ ട്രാവൽ പ്ലാൻ ചെയ്യണവർ തേനി കഴിഞ്ഞ് ആണ്ടിപ്പെട്ടിയിലുള്ള ഈ വൈഗൈ ഡാം കൂടി ട്രിപ്പിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് കേട്ടോ ഈ കാണുന്ന വൈഗൈ ഡാം. നിങ്ങൾ മധുരൈ കൂടിയിട്ടാണ് തേനിയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തേനി എത്തുന്നതിന് മുമ്പ് ആണ്ടിപ്പെട്ടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പെരിയകുളം പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന വൈഗൈ ഡാം വരുന്നത്. അതല്ല കുമളി വഴി തേനി സന്ദർശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തേനിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഗൈ ഡാം കൂടി നിങ്ങളുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മൾ കാലത്ത് തന്നെ ഇവിടെ എത്തിയോണ്ട് ഒരുപാട് പേര് ഇവിടെ ഈ പാലത്ത് നിന്ന് ചൂണ്ടയിടാനും മീൻ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മളത് നോക്കിയിരുന്നു. നമ്മൾ നോക്കിക്കുന്ന സമയത്ത് കാര്യമായിട്ട് അവർക്ക് മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ ടൈം പോകുന്ന കാരണം കൊണ്ട് നമ്മൾ ബാക്കി ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോയി. മൊത്തം 7 ഷട്ടറാണ് ഈ ഡാമിനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ജൂലൈ തൊട്ട് ഡിസംബർ വരെയാണ് ശരിക്കും ഈ ഡാമിൻ്റെ സീസൺ വരുന്നത്. ആ സമയത്താണ് ഈ ഭാഗത്തൊക്കെ മഴക്കാലം വരുന്നത്. അപ്പോൾ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാം ഫുള്ള് വാട്ടർ ലെവൽ കാണാൻ പറ്റും. ഭാഗ്യം ഉണ്ടെങ്കിൽ ഷട്ടർ ഓപ്പണിങ്ങും കൂടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ഡാമിൻ്റെ വാട്ടർ റിസർവോയറും ബാക്കി മുകളിലുള്ള കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട് ഈ ഷട്ടറിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്പ് നമ്മൾ കയറുകയാണ്. 100 മേലെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഡാമിന് മുകളിലെ റിസർവോയർ, വാട്ടർ റിസർവോയർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കാലത്തായതുകൊണ്ടും ഞങ്ങൾ ഗ്രൂപ്പായിട്ട് 5-6 പേരുണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ ഓടി കയറി മുകളിലെത്തിയപ്പോഴാണ് ആ ക്ഷീണം മനസ്സിലായത്. പക്ഷേ ഇവിടെ നിന്നുള്ള ഈ വ്യൂ കണ്ടപ്പോൾ നമ്മളെ ക്ഷീണമൊക്കെ മാറിയിട്ടാണ്. അപ്പോൾ നമ്മൾ മൊത്തം 5 പേരാണ് ഇന്നത്തെ യാത്രയിലുള്ളത്. അതിൽ 2 പേരുടെ കൂടെ പഠിക്കുന്നവരും 2 പേര് നമ്മുടെ ആതിഥേയരാണ്. അവരുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അങ്ങനെ മുകളിലെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ താഴേക്ക് പോകാം. വെയിലും കാര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് നല്ല സെറ്റായിരുന്നു ഇവിടെ നിന്ന് കാണാനും കാര്യങ്ങൾക്കൊക്കെ. ഒരു 10 മണി ആ ടൈമിലൊക്കെ വരുമ്പോൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ വരുന്നവർ കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. അതല്ല പിന്നെ ഈവനിങ് ഒരു 3 മണിക്ക് ശേഷമൊക്കെ വന്നാലും സെറ്റ് വ്യൂ ആണ് അവിടെ നിന്ന്. മുകളിലത്തെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും താഴേക്ക് വന്നു. താഴെ ഇവിടെ ഒരു കിൻഡർ ഗാർഡനും ചെറിയ പാർക്കും കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. കടകളും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരുള്ളൂ. ഒരു 10 മണിക്ക് ശേഷമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കടകളും ടൂറിസ്റ്റ് അങ്ങനെ അവിടെയുള്ള ഒരു ചേച്ചി കട തുറക്കാൻ വന്നൊക്കെ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് തുറപ്പിച്ച് അവിടെ നിന്ന് പൈനാപ്പിൾ മേടിച്ചിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് 30 രൂപയാണ് ഈ ഒരു ഗ്ലാസ് പൈനാപ്പിൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഡാം കണ്ടുകൊണ്ട് ഇറങ്ങിയേക്കാണ്. 5 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് കേട്ടോ. 5 രൂപയുള്ളൂ. പിന്നെ പാർക്കിങ്ങിന് 20 രൂപയും. അപ്പോൾ അങ്ങനെ മൊത്തം 25 രൂപയാണ് നമുക്ക് ഇവിടെ എൻട്രി ടിക്കറ്റായിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ തുടങ്ങിയിട്ടൊരു 3 ദിവസമായി. ദീപാവലിയുടെ ഹോളിഡേയ്സ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് അവിടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് രാജപാളയം പോയി. അവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു. പിന്നെ നമ്മളിപ്പോൾ തേനിയിൽ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ. അങ്ങനെ ചിലവ് ചുരുക്കി കൂടുതൽ പ്ലേസുകൾ കാണാനുള്ള യാത്രയിലാണ്. ഡാമിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് ട്രാവൽ ചെയ്യണത്. ഒരു എക്സ്പൾസും ഒരു ബുള്ളറ്റായിരുന്നു കൂടെ. അപ്പോൾ ഒരു വണ്ടിയിൽ ട്രിപ്പിളും മറ്റേ വണ്ടിയിൽ ഡബിളും വെച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. തമിഴ്നാടായതുകൊണ്ട് ട്രിപ്പിൾ പ്രശ്നമില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ട്രാവൽ ആരംഭിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ തേനി വരെ ട്രെയിനിലാണ് വന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ഇവരുടെ ഒരു സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ബൈക്കിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ കുറേ വിൻമിൽസും പിന്നെ കുറേ കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഏകദേശം 40 കിലോമീറ്ററാണ് ഈ പറഞ്ഞ ആണ്ടിപ്പെട്ടിയിൽ നിന്ന് നമുക്ക് മേഘമലയ്ക്കുള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈഗൈ ഡാം കണ്ട് ഇപ്പോൾ അതേ മേഘമലയ്ക്ക് ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ തേനിയുടെയും തമിഴ്നാടിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഒരുപാട് ഇതുപോലെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളും കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ നടുക്കിക്കൂടെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഒരുപാട് കൃഷികളുണ്ട്, കരിമ്പുണ്ട്, ചോളം, പിന്നെ അതുപോലെ തന്നെ മുന്തിരി തോട്ടങ്ങളാണ് തേനിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്.
പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ ഇതുപോലൊരു പുഴ കണ്ടു. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഇവിടെ നോക്കുമ്പോൾ. ചെറിയ മഴക്കാരും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന സൂര്യനൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തി ഈ പുഴയുടെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ പിന്നത്തെ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയുടെ അടുത്തായിട്ടുണ്ട്. പിന്നെ മേഘമലയുടെ മുകളിലേക്ക് കയറിയ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കാലത്ത് ഉച്ചക്കലത്തെ ഭക്ഷണം കൂടി ഏകദേശം ഈ ഇടനേരത്ത് കഴിച്ച് കയറാൻ പ്ലാൻ ഇട്ടു കൂട്ടാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് വിൻഡ് മിൽസ് കാണാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ റൂട്ടിൽ കൂടെയുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ പോകണ വഴിക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഊണ് പറഞ്ഞു. ആസ് യൂഷ്വൽ തമിഴ്നാട്ടിലെ സ്ഥിരമായിട്ട് അവർ ഇല വിരിച്ചു, ഇലയിൽ വെള്ളം ഒഴിച്ചു. നമ്മൾ ഇലയൊക്കെ കഴുകിയതിന് ശേഷം അവർ ഫസ്റ്റ് ചോറാണ് വിളമ്പിയത്. തമിഴ്നാട്ടിലുള്ള ട്രാവലിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അരി വ്യത്യാസം ഉണ്ടായിരിക്കും. കുറച്ച് കനം കുറഞ്ഞ നീളത്തുള്ള പൊന്നിയരി അരിയാണ് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അവർ. അപ്പോൾ അങ്ങനത്തെ അരി കൊണ്ടുള്ള ചോറാണ് ആദ്യം വിളമ്പിയത്. അതിനുശേഷം ഒരു അച്ചാർ വിളമ്പി. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. ഞങ്ങൾ നിൽക്കണ വീട്ടിലെ ചേച്ചിയുടെ ഉണ്ണിയാണ്. അവരുടെ കാര്യം പറയാൻ വിട്ടുപോയതല്ലൊരു സർപ്രൈസ് ആയിട്ടാണ്. ആ ചേച്ചി ഏകദേശം 9 മാസം പ്രഗ്നൻ്റ് ആണ്. ആ ചേച്ചിയുടെ ആദ്യത്തെ ഉണ്ണിയാണിത്. അവിടുത്തെ ചേട്ടനും ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിയും കൂടെ ഞങ്ങളുടെ കൂടെ ഒന്ന് ബൈക്കിൽ മേഘമലയ്ക്ക് ട്രാവലിങ്ങിനുണ്ട്. ഇത് കപ്പ കൊണ്ടുള്ള എന്തോ ഒരു ഡിഷായിരുന്നു. നമ്മുടെ കൊള്ളിഷ്ട പോലെ കടലയും കപ്പയും കൂടി ഇട്ടിട്ടുള്ളൊരു ഡിഷായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു തോരൻ വെച്ചു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കറികളായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. സാമ്പാർ വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല, നമ്മൾ ഓരോ കറികളായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ സാമ്പാർ, മീൻചാറ് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരതിനനുസരിച്ച് നമ്മുടെ ചോറിലേക്ക് ഒഴിച്ചു തരും. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ട്രാവൽ തുടങ്ങുകയാണ്. നമ്മുടെ 2 സൈഡിലായിട്ട് ഈ കാണുന്നതൊക്കെ മുന്തിരിത്തോട്ടങ്ങളാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ തേനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ മുന്തിരിത്തോട്ടങ്ങളും കാര്യങ്ങളാണ്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നേരെ ഈ കാണുന്ന മലയുള്ള ഹൈ റേഞ്ച് കയറിയിട്ട് വേണം നമുക്ക് മേഘമല എത്താൻ വേണ്ടിയിട്ട്. ഈ ഹിൽ റേഞ്ച് കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് വണ്ടികളുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മല കയറി ഏകദേശം ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് എത്തിയ സ്പോട്ടാണ് ഈ കാണുന്നതാണ്. നമ്മുടെ കൂടെ ഇന്ന് ട്രാവൽ ചെയ്യണ ഫാമിലി 1 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്പോട്ടുകളിലേക്ക് എത്തണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് വണ്ടി നിർത്തി കണ്ടാസ്വദിച്ച് പതുക്കെ പോയാൽ മതി. അപ്പോൾ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യണം. മേഘമലയുള്ള ബാക്കി വീഡിയോസും കാര്യങ്ങളും നമ്മൾ അടുത്ത പാർട്ടിൽ ആഡ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിന് മുന്നത്തെ ട്രാവൽ വീഡിയോസും കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ.